ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ അസാലിയ പ്ലാന്റിനെ പറ്റിയാട്ടോ. ചെറിയ വിലയിൽ, വളരെ ചെറിയ വിലയിലാണ് അസാലിയ പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരാനായിട്ട് പോകുന്നത്. നമുക്ക് 5 വെറൈറ്റി പ്ലാന്റ്സിന് 550 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. അത് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു പ്ലാന്റിന് 100 രൂപയുടെ താഴെ മാത്രം റേറ്റ് വരുന്ന പ്ലാന്റ്സാണ് നമ്മൾ തരാനായിട്ട് പോകുന്നത്. ചെറിയ പ്ലാന്റ്സ് ആണ്, പക്ഷേ എല്ലാം ഡബിൾ പെറ്റലിൽ പൂക്കൾ വിരിയുന്ന വെറൈറ്റീസാണ് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസ് ലാസ്റ്റ് കാണിച്ചു തരാം. ലാസ്റ്റ് പ്ലാന്റിൻ്റെ സൈസ് കാണാതെ ആരും പ്ലാന്റ് ഓർഡർ ചെയ്യരുത്. പിന്നെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പ്ലാന്റ്സ് ഓർഡർ ചെയ്തവർക്ക് നമ്മൾ കുറച്ച് പേർക്കും കൂടി പ്ലാന്റ്സ് അയക്കാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് റിട്ടേൺ വന്ന സാധനങ്ങളൊക്കെ അയക്കാനുണ്ട്. പ്ലാന്റ്സ് വന്നിട്ട് നിങ്ങളെ ഫോൺ വിളിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്ലാന്റ്സ് പോയി എടുക്കുക. ഇപ്പോൾ നമുക്ക് ഹോം ഡെലിവറി ഒക്കെ തരുന്ന സർവീസിൽ നമ്മൾ അയക്കുന്നുണ്ട്, അത് വീഡിയോയിലും പറയാറുണ്ട്. നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റ് എന്നുകൂടി അഡ്രസ്സിൽ ഇട്ട് തരാം. ഈ സ്പീഡ് പോസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ കിട്ടും, പക്ഷേ വീട്ടിൽ വരുമ്പോൾ ആളുണ്ടാവില്ല, ഫോൺ വിളിക്കുമ്പോൾ എടുക്കില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുമ്പം നമ്മുടെ പ്ലാൻസ് അവർ റിട്ടേൺ ആക്കും. പ്രത്യേകിച്ച് സ്പീഡ് പോസ്റ്റ് ആകുമ്പം അത് അവർ റിട്ടേൺ വിടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ ഫോൺ വിളിക്കുമ്പോൾ എന്തായാലും എടുക്കുക. അതുപോലെ തന്നെ ഫോൺ എടുത്തിട്ട് അവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അവർ വെച്ചിട്ട് പോയിക്കോളും. പക്ഷേ നിങ്ങളൊരു ഇൻഫർമേഷനും കൊടുക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ വിടുകയുള്ളൂ കേട്ടോ. DTDC കൊറിയറിലാണെങ്കിലും നിങ്ങൾ പ്ലാൻസ് കിട്ടുമ്പോൾ കറക്റ്റായിട്ട് വാങ്ങുക. പിന്നെ സ്വന്തം നമ്പർ തന്നെ തെറ്റിച്ച് തരുന്നവരൊക്കെ ഉണ്ട്, അതൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം അയച്ചു തരിക കേട്ടോ. ചിലപ്പോൾ നമ്മൾ സ്പീഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കും, പക്ഷേ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു നമ്പറിൽ മാത്രമേ ഉള്ളൂ. ഒന്നിലധികമോ നമ്പർ തരാം കേട്ടോ. എത്ര നമ്പർ തരുന്നോ അതെല്ലാം നമ്മൾ അഡ്രസ്സിൻ്റെ കൂടെ വയ്ക്കും. അപ്പോൾ ഒരു 2 നമ്പറെങ്കിലും എല്ലാവരും അയച്ചു തരാം. ഇതുപോലെ പെറ്റൽസ് ഉണ്ടാവുന്ന നല്ല തിക്കായിട്ട് പെറ്റൽസ് വരുന്ന അസാലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത്. പല കളേഴ്സ് ആയിരിക്കും കേട്ടോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സ് ആയിരിക്കും. അതിൽ റെഡ് ഉണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. നമുക്ക് ലീഫ് വെറൈറ്റീസ് വെച്ചിട്ട് മാത്രമേ ഇതിൻ്റെ ഇതുപോലുള്ള വെറൈറ്റീസ് തരാനായിട്ട് പറ്റുള്ളൂ. കാരണം ഫ്ലവറുള്ള പ്ലാന്റ് അല്ല അയക്കുന്നത്. ഈ സൈസുള്ള പ്ലാന്റ് അല്ല, ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ കോംബോ ഓഫർ ഇപ്പോഴും നമുക്കുണ്ട്. അതിന് നമുക്ക് 5 പ്ലാന്റ്സിന് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ 799 രൂപ റേറ്റ് വരുന്നത്. അങ്ങനെ വലിയ പ്ലാന്റ്സ് വേണം എന്നുള്ളവർക്ക് അത് തന്നെ ഓർഡർ ചെയ്യാം. ഇനി ചെറിയ പ്ലാന്റ്സ് മതി എന്നുള്ളവർക്ക് ചെറിയ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാം കേട്ടോ. പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ഒത്തിരി കുഴഞ്ഞ മണ്ണിൽ ഈ പ്ലാന്റ് നടരുത്. നല്ല നീർവാഴ്ചയുള്ള മണ്ണിൽ നടുക, അപ്പോൾ തന്നെ പ്ലാന്റ് പോവില്ല. വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് മെയിനായിട്ട് പോകുന്നതിൻ്റെ കാരണം നമ്മൾ പ്ലാന്റ് കിട്ടുന്ന പാടെ നല്ല വെയിലത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇതിനകത്തെ ചുവടുവശത്തെ മണ്ണ് മുഴുവൻ കഴുകി കളയുക. അങ്ങനെ ചെയ്യരുത്. നമ്മൾ തരുന്ന ആ മണ്ണോട് കൂടി തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന നല്ല പോട്ടി മിക്സിലേക്ക് ഇറക്കി നട്ട് കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നോളും. പ്ലാന്റ് നടാനുള്ള പോട്ടി മിക്സിൽ നമ്മൾ കൊക്കോപീറ്റും മണ്ണും പിന്നെ ഏതെങ്കിലും ഒരു ഡ്രൈ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, അത് ചാണകപ്പൊടിയോ കമ്പോസ്റ്റ് മിക്സോ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ബാക്കിയുള്ള വളങ്ങൾ ചിലത് ചേർക്കാൻ പാടില്ല, ചിലത് ചേർക്കാൻ കുഴപ്പമില്ല. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിയില്ലല്ലോ, നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ 2 വളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സ് നന്നായിട്ട് വളർന്നോളും. പ്ലാന്റിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ ഒരു 1 to 2 വീക്സ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈം തൊട്ട് NPK സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആഴ്ചകളിൽ ഇതുപോലെ കമ്പോസ്റ്റ് മിക്സൊക്കെ പ്ലാന്റിൻ്റെ ചുവടുവശത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. നൈട്രജൻ്റെ അളവ് ഒരുപാട് കൂടിയിട്ടുള്ള വളങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഫ്ലവറിങ് കുറയും, പ്ലാന്റ്സ് നന്നായിട്ട് ഗ്രോത്ത് ആവും. പിന്നെ DAP പോലെയുള്ള ഫെർട്ടിലൈസേഴ്സ് വലിയ അസാലിയ വാങ്ങുന്നവർക്ക് ചെടിയുടെ ചുവട്ടിൽ 1 മാസമൊക്കെ ഗ്രോത്ത് ആയി കഴിയുമ്പോഴേക്കും ഇട്ട് കൊടുക്കാവുന്നതാണ്, പ്ലാന്റ് നമ്മുടെ പോട്ടി മിക്സിലേക്ക് റെഡി ആയി കഴിഞ്ഞാൽ. പക്ഷേ ഇതുപോലത്തെ നമ്മൾ തരുന്ന ചെറിയ ചെടികളുടെ ചുവട്ടിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ പ്ലാന്റ് ഇടരുത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ 5 വെറൈറ്റി 550 രൂപയ്ക്ക് അയച്ചു തരിക കേട്ടോ. ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്, വെൽ റൂട്ടഡ് ആണ്, പക്ഷേ ഹൈറ്റ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണോ മറ്റൊരു പ്ലാന്റ് ആണോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ അസാലിയ കോംബോ ഓഫറിന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ ബിഗ് സൈസ് കോംബോ ഓഫറാണോ സ്മോൾ സൈസ് കോംബോ ഓഫറാണോ എന്നും കൂടി മെസ്സേജിൽ ഉൾപ്പെടുത്തണേ. 2 കോംബോ ഓഫറിലും 5 പ്ലാന്റ്സ് വെച്ചാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ഓർഡർ ചെയ്യാം കേട്ടോ.